ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാഠം 6 കുഞ്ചൻ നമ്പ്യാരാണ് പഠിച്ചത്. ഇനി പാഠം 7 വിഷുക്കണി. ഈ വിഷുക്കണി എഴുതിയത് ആരാ അറിയോ? കവിയെ. ആദ്യം നമുക്ക് കവിയെ കുറിച്ച് പറയാം. കവി ആരാണ്? CP പള്ളിപ്പുറം. അദ്ദേഹം ജനിച്ചത് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപിൽ പള്ളിപ്പുറത്തെ 1943 മെയ് 18 അദ്ദേഹം ജനിച്ചത്. 1966 മുതൽ അധ്യാപകനായിരുന്നു. അദ്ദേഹം 1966 മുതൽ ഒരു അധ്യാപകനായിരുന്നു. ബാലസാഹിത്യത്തിനുള്ള ദേശീയ അവാർഡ്, NCERT ദേശീയ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കൈരളി ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് അവാർഡ്, ഭീമ ബാലസാഹിത്യ അവാർഡ്, തൃശൂർ സഹൃദയവേദി അവാർഡ്, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ്, KCBC അവാർഡ് എന്നിങ്ങനെ നിരവധി അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒത്തിരി അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. 1992 ഏറ്റവും മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹനായി. അദ്ദേഹം 1992 ദേശീയ പുരസ്കാരം, ഏറ്റവും നല്ല അധ്യാപകനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ചെണ്ട, പൂരം, അപ്പൂപ്പൻതാടിയുടെ സ്വർഗയാത്ര, തത്തകളുടെ ഗ്രാമം, ശാരിക, പപ്പടം, പഴം, പായസം, തത്തമ്മേ പൂച്ചപ്പൂച്ച, 7 തലയുള്ള സർപ്പം, സ്വർണ്ണ ഞാവൽ പഴങ്ങൾ എന്നിങ്ങനെ 50ഓളം ബാലസാഹിത്യ കൃതികൾ രചിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം രചിച്ച കവിതന്റെ കുറച്ച് ഭാഗങ്ങളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇനി അത് നോക്കാം. മഞ്ഞക്കണിക്കൊന്ന പൂത്തുലഞ്ഞു, മഞ്ഞക്കിളികൾ പറന്നണിഞ്ഞു, പാടങ്ങളൊക്കെയും പൊന്നണിഞ്ഞു, മേട വിഷുപ്പക്ഷി വന്നണിഞ്ഞു. അതായത് കണിക്കൊന്നപ്പൂ നല്ല പോലെ മേടമാസത്തില് കണിക്കൊന്നപ്പൂവൊക്കെ നിറയെ വന്നു. മഞ്ഞ കിളികളൊക്കെ പറന്ന് വന്ന് പാടങ്ങളിലും മറ്റുമൊക്കെ ഇരിക്കുക. പാടങ്ങളിലെ നെൽക്കതിരുകളെല്ലാം പഴുത്ത് നല്ല സ്വർണ്ണവർണ്ണ കളറിലായിട്ട് നിൽക്കുകയാണ്. കാണാൻ നല്ല രസമാണ് അല്ലെ? അത് ആ സമയത്ത് തന്നെയാണ് മാമ്പഴം, ചക്ക, അങ്ങനെ നിറയെ പക്ഷികളും ഒക്കെ ചാഞ്ചക്കം ആടിയിട്ട് കാവുകൾ തോറും തേനുണ്ട് പാടി രസിക്കുകയാണ്. തുമ്പികളൊക്കെ പറന്ന് നല്ല നല്ല രസമായിരിക്കും കാണാൻ. കണിവെള്ളരക്കിയും കായികനിയും കണിയൊരുക്കിയിടുന്നു വീട് തോറും. വീടുകളിൽ കണിയൊരുക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ വീടുകളിലൊക്കെ എന്തൊക്കെ വെച്ചിട്ടാ കണിയൊരുക്കുക? എല്ലാവിധ പഴങ്ങളും പിന്നെ കണിവെള്ളരിക്ക. മെയിൻ എന്താണ്? നമ്മൾക്ക് നല്ല സ്വർണ്ണ കളറുള്ള വെള്ളരിക്കയും ഒക്കെ വെച്ചിട്ടാണ് കണി ഒരുക്കുക. അതേപോലെ നമ്മൾ എന്ത് ചെയ്യും? പൂത്തിരി കത്തിക്കും, കമ്പിത്തിരി, പൂത്തിരി, പിന്നെ എന്താ പറയുക, പൂക്കുറ്റി, പിന്നെന്താ, അങ്ങനെ ഒരുപാട് പടക്കങ്ങളും എല്ലാം ഇതാക്കിയിട്ട് നമ്മൾ വിഷുവിന് നല്ല നല്ല സന്തോഷമായിട്ട് ഇരിക്കും അല്ലേ? രാത്രി പൂത്തിരി വാങ്ങുവാനായി കുട്ടികൾ പായുന്നു നാടുതോറും. നമ്മൾ ഇത് കമ്പിത്തിരിയും ഇതെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടകളിലേക്കൊക്കെ ഓടിപ്പോവാറുണ്ട്. മേടപ്പുഴക്കാലം എത്തിടുന്നു, മാലപ്പടക്കങ്ങൾ പൊട്ടിടുന്നു. അപ്പൊ വിഷു ദിവസം രാവിലെ നമ്മൾ എന്ത് ചെയ്യും? പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നു. മേടവിഷുവിന്റെ വാദ്യഘോഷം മോടിയിലെങ്ങും ഉയർന്നിരുന്നു. അപ്പൊ നല്ല രസമാണല്ലോ, എല്ലാ വീടുകളിലും പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് അങ്ങനെ നമ്മളൊക്കെ നല്ല ഒരു നല്ല രസത്തില് നമ്മള് കൈനീട്ടമൊക്കെ വാങ്ങിച്ച് അങ്ങനെ നമ്മൾ നല്ല രസമായിട്ട് നമ്മൾ പോകുന്നില്ലേ? വിഷുക്കണിക്ക് നമുക്കൊക്കെ ഇഷ്ടമാണല്ലേ? വിഷു വരിക എന്ന് വെച്ചാൽ നിറയെ കൈനീട്ടങ്ങളൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ വല്ലാതെ നമുക്ക് വിഷു പറഞ്ഞാൽ ഇഷ്ടമാണ് അല്ലേ? അപ്പൊ ഈ ചാപ്റ്റർ നല്ലപോലെ പഠിക്കുക. അതിലെ സമാന പദങ്ങളും പുതിയ വാക്കുകളും എല്ലാം, പുതിയ വാക്കുകളിൽ അണ്ടർലൈൻ ഇടുക. പിന്നെ സമാന പദങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കുക. അതേപോലെ ഈ പദ്യം തന്നെ കുറേ പ്രാവശ്യം വായിച്ച് പഠിക്കുക. ഓക്കെ.